ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പനീർ റോളുമായിട്ടാണ്. അപ്പം അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പനീർ, അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ്. ഞാനിവിടെ ക്യാബേജ്, ക്യാരറ്റ്, കാപ്സിക്കം, മല്ലി ചപ്പ് അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ മൊസറല്ല ചീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് പനീർ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് ആഡ് ചെയ്യുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പം ഉള്ളത് കൊണ്ടാണ് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പനീറിന് പകരം ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പനീർ വെച്ചിട്ടാണ്. നമ്മളിത് ബ്രെഡിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ബ്രെഡിൻ്റെ 4 സൈഡ്സും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ബ്രെഡ് എടുക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ പൊടിഞ്ഞു പോവാതെ കിട്ടാൻ. അപ്പം എല്ലാവരും ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് ഒന്ന് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ സൈഡ് ഒട്ടാനായിട്ട് ഇതിലേക്ക് ഒന്നെങ്കിൽ മൈദ കലക്കിയത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ടെടുത്താലും മതിയാവും. അപ്പം ബാക്കിയുള്ളത് കൂടി അതേപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ പാനിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അധികം വല്ലാണ്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് പാനിൽ നിന്ന് മാറ്റണം. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നുള്ള ഒരു സ്നാക്കാണിത്. ചൂടോടെ തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താലും മതി. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലും റോൾ ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെയും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബ്രെഡ് പനീർ റോൾ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഹെൽത്തി ആയതും കൂടിയാണ്, കാരണം ഇതിൽ അധികം ഓയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഉള്ളിലെ ഫില്ലിങ്സ് ചീസ്
കൂടി ആഡ് ചെയ്തുകൊണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു.